ചേച്ചിയുടെ കാല് വീണ്ടും ഏറി പൊട്ടിയിരിക്കുകയാണ്. എല്ലാവർക്കും മോയ്സ്ചറൈസർ കൊടുത്തിട്ടുണ്ട്. ചേച്ചിക്ക് അതിന്റെ പെയിൻ ഉണ്ട്. ചേച്ചി പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ വിട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഒരു അസുഖക്കാരി എന്ന നിലയിലേക്ക് ചേച്ചിക്ക് വരേണ്ടി വന്നത്. ബിഗ് ബോസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക്കാണ്. ഇങ്ങനെ ഓരോ വാചകങ്ങൾ പറയും, രണ്ടുപേര് അവിടെ പോയി നിന്നിട്ട് ഒരാൾ ഒരു രീതി പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് സൈഡായിട്ട് പറയും. അങ്ങനെ ഒരു ടാസ്ക് ഇപ്പോൾ കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് കയറി നിന്ന് പറയേണ്ട ആരാന്ന് ചോദിച്ചാൽ രേണു സുധിയും ബിന്നിയാണ്. അത് കഴിഞ്ഞിപ്പോൾ അനുമോളും റേനയും വന്നിട്ടുണ്ട്. അവർക്ക് കൊടുത്തിരിക്കുന്ന വിഷയം വേറെ. ഇവർക്ക് കൊടുത്ത വിഷയം എന്താണെന്ന് ചോദിച്ചാൽ സാഹചര്യം അനുസരിച്ച് ശുചിത്വം മാറി മറിഞ്ഞിരിക്കുന്നു. വൃത്തി, ശുചിത്വം അത് മാറി മറിഞ്ഞിരിക്കുന്നു. അതായത് ബിന്നി വാദിക്കുന്നത് സാഹചര്യം അനുസരിച്ച് മനുഷ്യന്റെ ശുചിത്വം മാറില്ല. ശുചിത്വമുള്ള ഒരു വ്യക്തി ഏത് സാഹചര്യത്തിൽ പോയാലും അയാൾ അത് കീപ്പ് ചെയ്യും, അയാൾ അത് ശ്രദ്ധിക്കും, അയാൾ അങ്ങനെ പോവുള്ളൂ, കുളിയും നനയൊക്കെ ഉണ്ടായിരിക്കും എന്ന് ബിന്നിക്ക് വാദിക്കാം. ഇപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അവരാണ് മാർക്ക് ഇടേണ്ടത്, മറ്റുള്ള മത്സരാർത്ഥികൾ. ഇപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് രേണു സുധിക്ക് അങ്ങനെയല്ല, സാഹചര്യം അനുസരിച്ച് വൃത്തി ശുചിത്വം മാറിപ്പോകും, സാഹചര്യം അനുസരിച്ച് മാറിപ്പോകും എന്നാണ് വാദിക്കേണ്ടത്. അപ്പം ബിന്നി വന്നിട്ട് സാഹചര്യം അനുസരിച്ച് മാറത്തില്ല. ഒരാൾ കുളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന അവരുടെ സ്വഭാവമാണ്. പിന്നെ ഇവിടെ പേഴ്സണലായിട്ട് സംസാരിച്ചു, അതുകൊണ്ട് മാർക്കില്ല സത്യം പറഞ്ഞാൽ കണ്ടവർക്ക്. കാരണം ഇവർ പേഴ്സണലായിട്ടാണ് സംസാരിച്ചത്, പൊതുവായിട്ട് അങ്ങനെയായിരുന്നു പറയേണ്ടത്. അതിന് ബിന്നി നേരെ രേണു എന്ന് പേരെടുത്ത് രേണുവിൻ്റെതായിട്ട് പറഞ്ഞു. രേണു ചേച്ചി ഇപ്പം ഇന്നലെ ഇവിടെ ഈ ഒരു ശുചിത്വം സംബന്ധിച്ചുള്ള വിഷയം ഉണ്ടായതിന് ശേഷം ചേച്ചി ലുക്കേ മാറ്റിയിട്ടുള്ളൂ. അതാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. വൃത്തി വന്നിട്ടില്ല. കിടന്നേച്ച് എഴുന്നേറ്റ് പോകുമ്പോൾ ബെഡ് ശരിക്കും മടക്കി വെക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, കണ്ണെഴുതുക, പൊട്ടു തൊടുക, അങ്ങനെ ലുക്കേ മാറിയിട്ടുള്ളൂ, കുളിയും നനയൊന്നും ആയിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെ പറഞ്ഞു. പിന്നെ ബിന്നി അതിൻ്റെ അകത്ത് മറ്റൊരു വലിയ കാര്യം എടുത്തു പറയുന്നുണ്ട്. അവിടെ കാലൊക്കെ എല്ലാവരുടെയും മുരിയൊക്കെ പോലെ വന്നത് കഴിഞ്ഞ സീസണുകളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ആൾക്കാർ. മദ്രാസ് ആയതുകൊണ്ടായിരിക്കും കാല് വിണ്ട് കയറുക അങ്ങനെയുള്ളതുണ്ട് അവിടെ. പിന്നെ ബിന്നി വളരെ കാര്യമായിട്ട് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരുടെയും സ്കിന്ന് വരണ്ട് പോകുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ മോയ്സ്ചർ ചെയ്യണം. അതിൻ്റെ ക്രീം അവിടെ കൊടുത്തിട്ടുണ്ട്. ആ മോയ്സ്ചർ ക്രീം ഒന്നും രേണു സുധി ഉപയോഗിച്ചില്ല. ഉപയോഗിക്കാനൊക്കെ മടിയായിട്ട്, ചില മടി പിടിച്ച ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ വൃത്തിയും ഈ കുളിയും നനയെന്നൊക്കെ പറഞ്ഞാലും കുറേ സമയം എടുക്കണമല്ലോ, അതിനുവേണ്ടി പണിയെടുക്കണമല്ലോ, അല്ലാ പറ്റിയല്ലോ. അപ്പോൾ ആ മോയ്സ്ചർ ഇവരെല്ലാം ആ ക്രീം എടുത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇവർക്ക് ആർക്കും പ്രശ്നമില്ല. രേണു സുധി അത് ഉപയോഗിക്കാതെ ആയിട്ട് കാലെങ്ങാണ്ട് വിണ്ട് കീറുന്നുണ്ട്. ഇത് കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ എന്തോ പറഞ്ഞിരുന്നു, ഇങ്ങനെ അവിടെ ഈ സ്കിൻ ഇങ്ങനെ ആകുന്നു, മദ്രാസ് ആയതുകൊണ്ടാവാം. അപ്പോൾ രേണു സുധി കാലിൽ അത് ഉപയോഗിക്കാതെ കാല് വിണ്ട് കയറി ഇന്നൊരു രോഗിയായിട്ട് മാറിയിരിക്കുന്നു പുള്ളിക്കാരത്തി. ഇനി ആ രോഗം മറ്റുള്ള മത്സരാർത്ഥികളിലേക്ക് പകരുകയും കൂടെ ചെയ്യുന്നവരെയും ബിന്നി പറഞ്ഞൊപ്പിച്ചു. ടാസ്ക്കാണ് കേട്ടോ ഇത്. അപ്പം ഇന്നലെ ഉണ്ടായതിൻ്റെ പ്രേക്ഷകരെല്ലാം ഈ പേൻ പുഴുത്ത് നടക്കുന്നെന്നും വൃത്തിയില്ല കുളിക്കില്ല എന്നൊക്കെ ഉള്ളതിൻ്റെ എല്ലാം കൂടെ മറുപടി പറയാൻ വേണ്ടി രേണു സുധിക്ക് ഒരു അവസരം കൂടെയാണ് ബിഗ് ബോസ് കൊടുത്തത്. അല്ലെങ്കിൽ ഈ കണ്ടന്റ് പുറത്ത് വൈറലായെന്നൊക്കെ മനസ്സിലാകുമ്പോൾ ഒന്നുകൂടെ റേറ്റിംഗ് കൂടാൻ വേണ്ടി വീണ്ടും ഈ കണ്ടന്റ് എടുത്തിട്ടതാവാം ബിഗ് ബോസ്. എന്താണേലും വീണ്ടും ഈ ഒരു അവസരം വന്നു, രേണു സുധിക്ക് പറയാൻ ഒരു അവസരം കിട്ടി. അപ്പൊ നമുക്ക് അതൊന്ന് കേൾക്കാം. രേണു സുധി പേനിനെ പറ്റി പറഞ്ഞതിനൊന്നും മറുപടി സത്യം പറഞ്ഞാൽ പറഞ്ഞില്ല. മുടി ചെയ്യുന്നതിനെ കുറിച്ച് ഒരു മറുപടി പറഞ്ഞു. ഞാനിപ്പോൾ ബാത്റൂം ഏരിയയിൽ അപ്പുറം ഒരു ഡ്രസ്സിങ് റൂം ഉണ്ടല്ലോ, അവിടെ പോയി നിന്ന് ഇത് പറഞ്ഞതിന് ശേഷം മുടി ചെയ്യാറുള്ളൂ, മുടി ഞാൻ അവിടെ വലിച്ചിടുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരു മറുപടി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാം ഞാൻ കാണിക്കാണ്ടാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ അനു പറഞ്ഞതിനെ പറ്റി ഇപ്പം ഈ നിങ്ങൾ കേട്ടത്. ഈ പറയുന്ന അനു അത് ഒരു ഇത്രയും വലിയ ഷോയിൽ പരസ്യമായിട്ട് വിളിച്ച് പറയാതെ ഒരു കൂട്ടുകാരി എന്നുള്ള രീതിയിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നു. അനു എന്തോ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് തലേന്ന് ഇങ്ങനെയൊന്നും എടുത്തു കൊടുത്തിരുന്നു. അത് ശൈത്യയോട് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ അത് എന്തായിരുന്നു ചോദിച്ചാൽ ഈ എക്സ്റ്റൻഷൻ വെച്ചതിൻ്റെ എന്തോ ക്ലിപ്പോ അതോ എന്തോ പോലത്തെ സാധനം, പേനല്ല, പിന്നെ മുഖത്തൂടെയൊക്കെ പേൻ ഒഴുകി വരുന്നൊക്കെ വെറുതെ പറയുന്നതാണ് എന്നുള്ള രീതിയിൽ ഇപ്പം രേണു സുധി ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാനിത് ആരുടെ സൈഡൊന്നും പറയുന്നില്ല, ആ ടാസ്ക് നടന്ന അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുക. എന്താണെങ്കിലും
ബിഗ് ബോസിന് മനസ്സിലായിട്ടുള്ളത് ഈ ഒരു ഇന്നലത്തെ ആ ഒരു ടാസ്കും ആ ഒരു വിഷയം വൈറലായിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഇവരെയൊക്കെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി വീണ്ടും കൊണ്ട് ബിഗ് ബോസ് ഒന്നുകൂടെ ഒരു ടാസ്ക് ആ രീതിക്ക്, അതായത് സാഹചര്യം അനുസരിച്ച് ശുചിത്വം മാറുമെന്നും സാഹചര്യം അനുസരിച്ച് മാറില്ലെന്നുള്ള ഒരു ടാസ്ക് എവിടെ നിന്ന് ബിഗ് ബോസ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നു കൊണ്ട് കൊടുത്തിട്ട്. ഇനിയിപ്പൊ ബിന്നി ഇന്നലെ അനുമോളുമായിട്ടായിരുന്നിട്ട് ഇനിയിപ്പൊ ബിന്നി ആയിട്ട് രേണുസുതി സത്യമായിട്ടും പിണങ്ങുകയും ചെയ്യും, പരസ്യമായിട്ട് അടിച്ചില്ലേലും പറയും. കാരണം ഇവള് അനുമോള് പറഞ്ഞ പോലെ ഒന്നും അല്ല, നിങ്ങൾക്ക് എപ്പിസോഡിൽ കാണാം, അനുമോള് പറഞ്ഞ പോലെയല്ല ബിന്നി പറഞ്ഞപ്പോൾ ബിന്നി ഒരു ഡോക്ടറും കൂടെ ആയതുകൊണ്ട് വളരെ കാര്യമായിട്ട് വ്യക്തിശുചിത്വത്തെ പറ്റി അങ്ങ് സംസാരിച്ചു വിട്ടിട്ടുണ്ട്. അതിന്ന് ഒട്ടും തന്നെ രേണുസുതിക്കെന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒട്ടുമില്ല. പുള്ളിക്കാരത്തി ഇപ്പോഴും ലുക്ക് മാറ്റിയതേ ഉള്ളൂ, അല്ലാതെ വൃത്തി വന്നിട്ടേ ഇല്ല, കുളിയും തന്നെ ഇല്ല, ലുക്ക് മാറ്റിയെന്നാണ് പറയുക. അതായത് കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് വൃത്തി അങ്ങനെ ലുക്ക് അങ്ങ് മാറ്റി, കണ്ട ഒരു വൃത്തിയുള്ള ലുക്ക് മാറ്റി, പക്ഷെ അല്ലാതെയുള്ള വൃത്തി ഇതുവരെയും വന്നിട്ടില്ല എന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് ബിന്നി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ബിന്നിയുടെ അവസ്ഥ എന്താകുമെന്ന് കണ്ടറിയണം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.